ബിഗ് ബാങ് മോഡൽ അനുസരിച്ച് പ്രപഞ്ചത്തിൻ്റെ ആദ്യകാല രൂപം ഒരു സൂപ്പ് പോലെയായിരുന്നു. നമ്മളതിനെ പ്രൈമോഡിയൽ സൂപ്പ് എന്ന് പറയും. ആ സൂപ്പിൽ പ്രധാനമായിട്ടും അടങ്ങിയിരുന്നത് ഹൈഡ്രജനും ഹീലിയവുമാണ്. ഹൈഡ്രജൻ്റെ സാന്നിധ്യം 76%, അതേസമയം ഹീലിയം 24%. ഇത് രണ്ടും കൂട്ടുമ്പോൾ 100% കിട്ടും. പക്ഷേ പക്ക 100% 100% ഒരു ചെറിയ കുറവുണ്ട്. ആ ചെറിയ കുറവ്, ആ വളരെ ചെറിയ ശതമാനം മറ്റ് ചില എലമെൻറ്റുകളുടെ സാന്നിധ്യമാണ്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പുതിയ ടെലസ്കോപ്പുകൾ ഉണ്ടായി. വളരെ മികച്ച ടെലസ്കോപ്പുകളിലൂടെ ആസ്ട്രോണോമേഴ്സ് വളരെയധികം വിദൂരതയിൽ നിൽക്കുന്ന പ്രപഞ്ചത്തിലെ ആദ്യകാല മേഘങ്ങളെ നിരീക്ഷിക്കാൻ തുടങ്ങി. ആ നിരീക്ഷണത്തിലൂടെ അവിടെ എത്രമാത്രം ഹൈഡ്രജനും ഹീലിയവും ഉണ്ടെന്ന് നമുക്ക് കണക്കുകൂട്ടി എടുക്കാൻ സാധിച്ചു. ബിഗ് ബാങ് തിയറി എത്രമാത്രമാണോ പ്രവചിച്ചത്, ഏതാണ്ട് അത്രത്തോളം തന്നെ ഹൈഡ്രജനെയും ഹീലിയത്തെയും നമുക്ക് ആ മേഘങ്ങളിൽ കണ്ടെടുക്കാൻ സാധിച്ചു. നക്ഷത്രങ്ങളിലും ഈ പഠനം നടത്തി. അവിടെയും ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും അനുപാതം ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആണ്. പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ലിഥിയത്തെ കാണാനില്ല, ലിഥിയം 7 എന്ന ഐസോറ്റോപ്പിനെ. ബിഗ് ബാങ് മോഡൽ അനുസരിച്ച് ലിഥിയം 7 എന്ന ഐസോറ്റോപ്പ് അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. പക്ഷേ അതിൻ്റെ അളവ് പരിശോധനകളിലൂടെ, ടെലസ്കോപ്പുകളിലൂടെ നോക്കിയപ്പോൾ വളരെ കുറവാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തുകൊണ്ടാണ് ലിഥിയത്തിൻ്റെ അളവിൽ ഈ ഏറ്റക്കുറച്ചിലൊക്കെ സംഭവിക്കുന്നത്? കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമൊന്നും ശാസ്ത്രത്തിൻ്റെ പക്കലില്ല. പക്ഷേ ചില ഗവേഷകർ ചില അനുമാനങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.